എന്നും ഓരോരോ കൊതിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിഡ്ഢിയാക്കാണല്ലോ നിങ്ങളുടെ പതിവ്. ഇതും അതുപോലുള്ള കഴമ്പില്ലാത്തൊരു പറച്ചിലായിരിക്കും. തള്ളലെല്ലാം കേൾക്കാനാണ് എന്റെ വിധിന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണോ എന്തോ. നീ ആ വാതിലടച്ചേ, ഇല്ലെങ്കിലേ ചില വേട്ടാവളിയന്മാര് വലിഞ്ഞേറി വന്നിട്ടേ എന്റെ ഈ പണത്തിന് കണ്ണുവെക്കും. അയ്യോ, വേട്ടാവളി എന്ന് ഉദ്ദേശിച്ചത് എന്റെ മകൻ മാധവനെയാണോ? നന്നായടാ. ഒരു പുരുഷായസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചവനാ അവൻ. വേട്ടാവളിയും പോലും. അച്ഛമ്മേ, അത് ഞാൻ നിന്റെ കയ്യിൽ ഇത്രയധികം പണം ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ടാണോ കല്യാണം നടത്താൻ എന്റെ മാധവൻ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയപ്പോ പണമേ ഇല്ലെന്നും പറഞ്ഞ് നീ കൈമലർത്തിയത്? എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ച് അച്ഛനോട്. അച്ഛൻ അറിഞ്ഞൊന്നും തന്നിട്ടുമില്ല. പിന്നെന്തിനാ അച്ഛന്റെ ആവശ്യങ്ങൾക്ക് എന്റെ പണം മുടക്കുന്നത്? നിന്റെ ന്യായം എന്തായാലും കൊള്ളാം. കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചു കഴിയുമ്പോ പ്രശ്നങ്ങൾ പങ്കിട്ടെടുക്കണം. അതാണ് മര്യാദ. അല്ലാതെ എല്ലാം അച്ഛന്റെ തോളിലിരിക്കട്ടെ എന്ന് ന്യായം പറഞ്ഞ് എടുത്താ പൊങ്ങാത്ത ഭാരം കയറ്റിവെക്കുന്നത് ക്രൂരതയാടാ, കൊടും ക്രൂരത. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അത് നിറവേറ്റാനാ ഞാൻ പണം സ്വരൂപിക്കുന്നത്. അച്ഛന്റെ തന്നിഷ്ടങ്ങൾക്ക് പണം മുടക്കാനേ യാതൊരു ബാധ്യതയും എനിക്കില്ല. ഓ, എല്ലാവരും ഉണ്ടല്ലോ. പ്രകാശിന്റെ ശബ്ദം ഒന്ന് കടുത്തു കിട്ടാൻ കാത്തിരിക്കായിരുന്നു അല്ലേ? ഇവിടെ അമ്മയുടെ മക്കൾ വീട്ടുചെലവിന് കാശ് ചെലവാക്കുന്നത് ഞാൻ മാത്ര. അതാരും മറന്നു പോകരുത്. അങ്ങനെ തറപ്പിച്ച് പറയാതെ. ചെലവിനുള്ള പണം ഹരിതം കൊടുക്കുന്നുണ്ട്. എന്റെ ഭാര്യയുടെ പണം എന്റെ പണത്തിന് തുല്യമാണെങ്കിൽ ചെലവ് കാശ് ഞാനും തരുന്നുണ്ട്. എന്താ സംശയമുണ്ടോ? ഇങ്ങനെ ബഹളം വെക്കാൻ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൽ ആര് കണ്ണു വച്ചാലും എന്റെ സ്വഭാവം മാറും. അത് അച്ഛനായാലും അച്ഛമ്മയായാലും. അതിനാര് പ്രകാശേട്ടന്റെ പണത്തിൽ കണ്ണുവെച്ചത്? ഞാൻ തന്നെ. ഈ മുറിയിലേക്ക് കേറി വന്നപ്പോ എന്റെ കൊച്ചുമോന്റെ നിധിപേടകത്തിലേക്ക് അറിയാതെ ഞാനൊന്ന് നോക്കിപ്പോയി. എന്നുവെച്ച് നിന്റെ പണം അപഹരിക്കാൻ വന്ന മോഷ്ടാവിനോട് സംസാരിക്കുന്ന പോലത്തെ ഭാഷ എന്നോട് സംസാരിക്കരുത്. സത്യം പറയുമ്പോ അതിനേറെ കൊഞ്ഞനം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നീ പോടവരുത്. നിനക്ക് ന്യായം പറയാൻ എന്ത് യോഗ്യതയാണോ ഉള്ളത്? നീ വെറും വേസ്റ്റ്, ഓട്ടക്കാലാണ്. പ്രകാശ, പണമാണല്ലോ നിങ്ങളുടെ വിഷയം. എന്റെ പണം എന്റെ ഭർത്താവിന്റെ കൂടെ പണമാ. മനോജിന് വേണ്ടി എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാ. അതുകൊണ്ട് വേസ്റ്റ് എന്നും പറഞ്ഞ് ആരും എന്റെ ഭർത്താവിനെ ആക്ഷേപിക്കാൻ നോക്കണ്ട. അത്ര അഭിമാനിയാണെങ്കിൽ അമ്മ ആവശ്യപ്പെട്ട കാര്യത്തിന് നീ തന്നെ പണം മുടക്കടി. എന്താ ഇതൊക്കെ? മറ്റുള്ളവരെ എന്തിനെങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നത്? അമ്മ ആവശ്യപ്പെട്ട കാര്യം എന്താ? അത് ആദ്യം അറിയട്ടെ. മോളെ, മാധവേട്ടൻ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ വീട് വെക്കണമെന്നുള്ള എന്റെ ആഗ്രഹം ഞാൻ പ്രകാശിനോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി പ്രകാശിന്റെ അടുത്ത് കടമായിട്ട് കുറച്ച് കാശും ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഈ പണത്തിനെ ചൊല്ലി ഇവന് ആട്ടക്കലാശമൊക്കെ നടത്തുന്നത്.
മാധവേട്ടൻ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ വീട് വെക്കണമെന്നുള്ള എന്റെ ആഗ്രഹം ഞാൻ പ്രകാശിനോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി പ്രകാശിന്റെ അടുത്ത് കടമായിട്ട് കുറച്ച് കാശും ചോദിച്ചിരുന്നു. അതെ, അതുകൊണ്ട് തന്നെയാ. അതിനു വേണ്ടി ചില്ലി കാശ് പോലും ഞാൻ മുടക്കില്ല. വേണ്ട, അച്ഛൻ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വീട് വെക്കാനുള്ള പണം മുഴുവൻ ഞാൻ കൊടുക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ പണം ചെലവാക്കി വെക്കുന്ന വീട്ടില് പ്രകാശേട്ടനും കുടുംബത്തിനും താമസിക്കാൻ പറ്റില്ല. അവർക്കവിടെ ഒരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. എന്തു പറയുന്നു? അത് ശരി. എന്നെയും കുടുംബത്തിനെയും കുടിയിറക്കാൻ വേണ്ടി എല്ലാവരും കൂടി ചേർന്നെടുത്ത ഗൂഢാലോചനയാണ് അല്ലേ? നിർത്തടാ. ഒരു ഗൂഢാലോചനയില്ല. എങ്ങും വാടക വീട്ടിൽ കഴിയാതെ സ്വന്തം വീട്ടിൽ കഴിയണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിന് നിന്നോട് ഞാൻ പണവും ചോദിച്ചു പോയി. ഇനി എനിക്ക് നിന്റെ പണം വേണ്ട. വെറുതെ ചാടിക്കടിക്കാതെ ഒന്ന് അടങ്ങി നിൽക്ക്. എന്റെ തീരുമാനത്തെക്കുറിച്ച് അമ്മയും അച്ഛമ്മയും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. മോളെ, നിന്റെ പണം കൊണ്ടൊരു പുതിയ വീട് വയ്ക്കുക. അതിൽ ചന്ദ്രികയുടെ ഒരു മകനും കുടുംബത്തിനും മാത്രം പ്രവേശനം തടയുക. അത്തരത്തിലുള്ള കലാപരിപാടികളൊന്നും വേണ്ട. തൽക്കാലം ഇതുപോലെ ഒരു കൂട്ടുകുടുംബമായിട്ട് മുന്നോട്ട് പോവുക. എന്റെ കണ്ണടയും വരെയെങ്കിലും. അതൊക്കെ ശരി. പക്ഷെ ചില കാര്യങ്ങൾ ഇനി മുതൽ മാറണം, മാറിയിരിക്കണം. പ്രകാശിന്റെയും ഭാര്യയുടെയും മകന്റെയും ചിലവ് അത് പ്രകാശൻ തന്നെ വഹിക്കണം. കറണ്ടിന്റെയും വെള്ളത്തിന്റെയും ബില്ലുകൾ എല്ലാവരും കൂടി തുല്യമായി പങ്കിട്ടടയ്ക്കണം. വീട്ടുവാടകയിലും തുല്യമായ ഷെയർ ഉണ്ടാവണം. വന്ദനയ്ക്കിപ്പോ ജോലിയൊന്നുമില്ല. പിന്നെ ദേമോളുടെ പ്രശ്നം അവൾക്കുണ്ട്. പിന്നെ വിനു. അവരുടെ മുഴുവൻ ചെലവും മാധവേട്ടൻ തന്നെ വഹിക്കും. ഇത് നല്ല കൂത്ത്. സ്വന്തം മക്കളുടെ ചെലവ് നോക്കാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന അനാഥരുടെ മാത്രം ചെലവ് നോക്കുന്ന ഏർപ്പാട് കൊള്ളാം. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. മക്കള് കഴിഞ്ഞിട്ട് മതി വലിഞ്ഞു കയറി വന്നവരുടെ കാര്യം. നീ ആരാണ് എന്നെ ഉപദേശിക്കാൻ? ഒരാനയ്ക്ക് തിന്നാനുള്ള വെട്ടി വിഴുകുന്ന ജന്തു. ഇവൻ പോയി അധ്വാനിച്ച് കുടുംബത്തെ ചെലവിനുള്ള പണം കൊണ്ടുവരട്ടെ. എന്നിട്ട് മതി ചർച്ചയിൽ പങ്കെടുക്കുന്നതൊക്കെ. ഇറങ്ങി പോടാ പൊട്ട. നിന്റെ പ്രണയെ തല്ലുന്നതൊന്നും വലിയ മിടുക്കൊന്നുമല്ല. ശാപം കിട്ടും. ഏട്ടനിപ്പോ ഒട്ടാന്ന് ആക്ഷേപിച്ചു വിളിച്ചല്ലോ. അത് ഈ പാവത്തിന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചൊന്നുമല്ല. നമ്മുടെ ഗോകുലിനാണ് ഇങ്ങനെ ഒരു കുറവെങ്കിൽ പ്രകാശേട്ടൻ ഇങ്ങനെ നീട്ടി വിളിക്കോ പൊട്ടാന്ന്? ഇല്ല, അപ്പൊ ചങ്ക് പെടയും.
ദേമോളുടെ വിനുവേട്ടന്റെ ഈ കാര്യം ഓർത്ത് ഇവിടെ ആരും തല പോകിക്കണ്ട. അവരുടെ ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം. കാൽ കാശിന് പോക്കില്ലാത്ത ചേച്ചി എവിടെ നിർത്തി ചെലവ് നോക്കാനാ? നിന്നെ പോലെ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നുള്ള സ്വപ്നമൊന്നും എനിക്കില്ല. കിട്ടുന്ന ജോലി എന്തായാലും ഞാൻ ചെയ്യും. ഒരു പക്ഷെ തൊഴിലൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രകാശ് ഏട്ടന്റെ അമ്മായിയമ്മയെ പോലെ വീട് തോറും നടന്ന് എച്ചിൽ പാത്രം കഴുകും. അതിനെനിക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. വിനോട്ടാ, ഭാഗ്യം മാധവന് ഇതൊന്നും കേൾക്കേണ്ടി വന്നില്ലല്ലോ. കേടായ ഏതോ വണ്ടി ശരിയാക്കാൻ പോയതാ. ഇതൊക്കെ കേട്ട എന്റെ മോന്റെ ചങ്കു പെടയും. എന്റെ മോനൊരു പാവാ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. വിനോട്ടാ, ഒരളി ചെന്നും മന്ദളത്തിനോട് പരാതി പറയുന്നത് പോലെയാ എന്റെ അവസ്ഥ. വിനോട്ട് വിഷമിക്കണ്ട, പോട്ടെ. ചുമടെടുക്കാനും കൂലിപ്പണിക്കൊന്നും ഇപ്പൊ തൽക്കാലം പോകണ്ട. വിനുവേട്ടന്റെ ഭക്ഷണത്തിനുള്ള പണം ഞാൻ കൊടുക്കും. പ്രകാശേട്ടന്റെയും മനോജിന്റെയും മുന്നിൽ വെച്ച് തന്നെ കൊടുത്തിരിക്കും. വിനുവേട്ടൻ ഇനി ആരും തല്ലാനും കൊല്ലാനും ഒന്നിനും വരില്ല. ഈ വീട്ടിൽ പിടിപ്പത് പുറംപണിയുണ്ട്. ആരും പറഞ്ഞും ചെയ്യിക്കാതെയും എല്ലാം സ്വയം അറിഞ്ഞ് ചെയ്യുന്നയാളാ വിനുവേട്ടൻ. അധ്വാനവും ആത്മാർത്ഥതയൊന്നും തിരിച്ചറിയാനുള്ള വകതിരിവ് എന്റെ സഹോദരങ്ങൾക്ക് ഇല്ലാതെ പോയി. പക്ഷെ അത് ദൈവം തിരിച്ചറിയുന്നുണ്ട് വിനുവേട്ട. എന്റെ വിനോട്ടിനൊരു നല്ല കാലം വരും. ഭാര്യയും മക്കളും ഒക്കെ ഒത്തുള്ള സന്തോഷകരമായ ഒരു കുടുംബജീവിതം എന്റെ വിനോട്ടിനും ഉണ്ടാവും. ഏട്ടന് ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല എന്നാരാ പറഞ്ഞത്? വിനുവേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എവിടെയോ കാത്തിരിക്കുന്നുണ്ടാവും. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പറയേ, വിനുവേട്ടൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. എന്നാ ആ ദൈവം കണ്ടുവച്ചിട്ടുണ്ട് വിനുവേട്ടനെ ഒരു സുന്ദരി പെണ്ണിനെ. ആ പുതുപ്പെണ്ണിനെ നാത്തൂന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താലി കെട്ടിക്കാൻ വരുന്നത് ഈ വന്ദനയായിരിക്കും. എന്നാ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല, പോരെ? വിനുവേട്ടനൊന്ന് കരഞ്ഞു തീരുന്ന സങ്കടമല്ലേ ഉള്ളൂ. എനിക്കങ്ങനെയല്ലല്ലോ. എന്റെ സങ്കടങ്ങളുടെ കൂട്ടത്തില് ഇപ്പൊ വർഷം. വിനുവേട്ടനറിയോ, വിക്രം ഒരു ഒന്നന്തരം ക്രിമിനലാ. അയാൾ കാണിച്ച അതിവിനയങ്ങളൊക്കെ വെറും പുറംപൂച്ചകളാ. നമ്മുടെ വർഷം
അവൾ അപകടത്തില. ഞാൻ കണ്ടതൊക്കെ ഈ ശുദ്ധഗതിക്കാരനായ വിനോദിനോട് എങ്ങനെ പറയും? ഇവിടെ എല്ലാവരും വിക്രമിനെ പുകഴ്ത്തിയുള്ള സംസാരങ്ങളാ. വിക്രം കൊള്ളരുതാത്തവനാണെന്നും ക്രിമിനൽ ആണെന്നുള്ള സത്യം ആരോടെങ്കിലും തുറന്നു പറയണം. അച്ഛൻ വന്നു കാണും. ഒരു പക്ഷെ ഇവിടെ പ്രകാശോടനോട് നടന്ന വഴക്കും വക്കണൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ആകെ തകർന്നിരിക്കായിരിക്കും പാവം. ഇപ്പൊ ഈ കാര്യം ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ പാവം അച്ഛന് അത് താങ്ങാനാവില്ല. വേണം, എത്രയും പെട്ടെന്ന് ഞാൻ കണ്ട കാര്യങ്ങൾ അച്ഛനെ അറിയിക്കണം. വൈകും തോറും എന്റെ വർഷയുടെ കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങും. ആൺമക്കൾ തോളോടൊപ്പം വളർന്നു കഴിഞ്ഞ മാധവേട്ടൻ അവരൊരു താങ്ങും തണലുമായിരിക്കുന്ന ഞാൻ കരുതിയത്. മാധവേട്ടൻ ഇന്ന് വരെ ആവശ്യമില്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയോ പൈസ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും മക്കളിങ്ങനെ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും പ്രതീക്ഷ വെക്കരുതെന്നാണ് ചൊല്ല്. പാവം എന്റെ മാധവൻ, അവൻ എന്നെ താഴത്ത് വെക്കാതെയാ നോക്കുന്നേ. വയസ്സുകാലത്ത് ഈ ആൺമക്കളൊന്നും എന്റെ മോനെ നോക്കുമെന്ന് ഇപ്പൊ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. വർഷയുടെ വിവാഹം കഴിഞ്ഞതോടെ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് ആശ്വസിക്കുകയും സമാധാനിക്കുകയൊക്കെ ചെയ്തവരാ നമ്മള്. പക്ഷേ ഇപ്പോഴാ മോളെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇപ്പൊ മക്കളുടെ മനസ്സിലിരിപ്പ് മറന്നേക്ക് പുറത്തു വന്നല്ലോ. മാധവനും നീയും ഒക്കെ ഇപ്പൊ അവർക്ക് ശത്രുക്കളാ. ഇതിപ്പോ ഇവിടെ മാത്രമല്ല, പല കുടുംബങ്ങളിലും നടക്കുന്നതാ എന്റെ മോളെ. ഊണും ഉറക്കവും കളഞ്ഞു വളർത്തി വലുതാക്കി അച്ഛൻ ഇന്നു വരെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന മക്കളുണ്ടല്ലോ. വലിയ വലിയ കുടുംബങ്ങളിൽ പോലും ഉണ്ട്. എന്നാലും ഇത്രത്തോളം മനസ്സിൽ വിഷം സൂക്ഷിക്കുന്ന മക്കളെ മറ്റെവിടെയും കാണാൻ പറ്റില്ല അമ്മ. മാധവേട്ടൻ വന്ദനമോളുടെ കാര്യത്തിലെ ആകെ തകർന്നിരിക്കുക. അതിനിടയില് മക്കൾ ഇങ്ങനെയാണെന്നും കൂടി അറിഞ്ഞ പാടില്ല. ഇപ്പൊ ഇതൊന്നും എന്റെ കുഞ്ഞിനോട് പറയാൻ നിൽക്കണ്ട. അവനത് താങ്ങില്ല. രാവിലെ പോയതല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. വിളിച്ചിരുന്നു, രാത്രിയാവൂന്ന് പറഞ്ഞു. പാവം, വർഷയുടെ കാര്യത്തിൽ മാത്രമേ എന്റെ കുഞ്ഞിനൊരു സമാധാനമുള്ളൂ. എന്റെ ഭഗവാനെ, പാവം, എല്ലാവരും വർഷ രക്ഷപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിലാ. അത് ഞാനായിട്ട് ഇപ്പൊ തകർത്ത അത് വലിയ അപകടത്തിലേക്ക് പോവും. ഈശ്വര, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ദേമോളുടെയും വിനുവേട്ടന്റെ ചെലവ് നോക്കണം. അതിനിടയിൽ എന്റെ വർഷയെ രക്ഷപ്പെടുത്തണം. എന്താ അതിനൊരു വഴി ഈശ്വര?
പ്രകാശേ വാ അത്താഴം കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്താ അങ്ങനെ? വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്തത്? കാര്യങ്ങൾ കൂട്ടുകുടുംബ വ്യവസ്ഥയില് മുന്നോട്ട് പോട്ടെ എന്നല്ലേ നമ്മുടെ തീരുമാനം. ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതൊന്നും ആരും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. വന്ന് ഭക്ഷണം കഴിക്ക്. പ്രകാശേട്ടാ, അമ്മ പറയുന്നത് അനുസരിക്ക്. വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. നിന്റെ ഒത്താശയൊന്നും എനിക്ക് വേണ്ട. അല്പസ്വല്പ അഭിമാനമൊക്കെ എനിക്കുണ്ട്. നമ്മുടെ ആഹാരത്തിന് ഞാൻ തന്നെ ചെലവിടണമെന്നല്ലേ ഡിമാൻഡ്. അങ്ങനെയുള്ളവരുടെ ഓശാരം പറ്റാനൊന്നും ഞാനില്ല. എടാ മോനെ, അതപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, ഉള്ളിലൊന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല. അതൊന്നും കാര്യാക്കണ്ട. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തൊക്കെ കുത്തുവാക്കുകൾ കേട്ടാലും കൂസലില്ലാതെ വന്നിരുന്ന് വെട്ടി വിഴുങ്ങുന്ന ആർത്തിപ്പണ്ടാരം, അതല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം. പ്രകാശേട്ടാ വേണ്ട, അമ്മയ്ക്ക് അത് വിഷമാവും. സത്യം പറയുമ്പോ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല.